ഈ ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാൻ സാധിക്കും. 70,000-ത്തിലധികം പേരാണ് ഔദ്യോഗികമായി തന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 10,000-ത്തോളം പേര് പിന്നെ ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ഇപ്പോഴും അവരുടെ മൃതദേഹങ്ങൾ കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്രയും വലിയ 80,000-ത്തിലധികം പേരെ കൊല ചെയ്യാൻ കൂട്ടുനിന്നതിൽ അത് കേവലമായിട്ടുള്ള ഇസ്രായേൽ സേന മാത്രമല്ല, അവർക്ക് സാങ്കേതികവും അതോടൊപ്പം തന്നെ മറ്റ് നിലയ്ക്കുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ ഈ കൊലക്ക് ആസൂത്രിതമായിട്ടുള്ള ഒരു കൂട്ടുപങ്കാളിത്തം വഹിച്ചു എന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് മൈക്രോസോഫ്റ്റിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും മുൻനിർത്തിക്കൊണ്ടാണ് ഏതാണ്ട് 24-ലധികം വരുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിന് നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. ആ നോട്ടീസിൽ വളരെ കൃത്യമായി തന്നെ മൈക്രോസോഫ്റ്റ് നടത്തിയിരിക്കുന്ന ഇടപെടൽ ഈ ആസൂത്രിതമായിട്ടുള്ള വംശഹത്യയിൽ അവരുടെ പങ്കാളിത്തം, അവർ ഇസ്രായേൽ സൈന്യവുമായി നടത്തിയിരിക്കുന്ന ഇടപാടുകളുടെ പിന്നെ അതിൻ്റെ വ്യാപ്തി, ഇതൊക്കെ തന്നെയും ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തങ്ങൾ പിറകോട്ടില്ല, കൂടുതൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെ നിയമപരമായുള്ള ഏതൊക്കെ നിലക്കുള്ള മുന്നേറ്റം നടത്താൻ പറ്റും അതൊക്കെയും നടത്തും. അതിനുവേണ്ടി നിരവധി അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകർ അവരുടെ പൂർണ്ണ പിന്തുണയും ഈ കൂട്ടായ്മക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ വലിയൊരു നിയമ യുദ്ധത്തിനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഈ ആഗോള മനുഷ്യാവകാശ കൂട്ടായ്മകൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അജി, അപ്പോൾ തന്നെ അവസാനമായ ഒരു ചോദ്യം കൂടെ MCA. നമുക്കറിയാം ഗസയുടെ പുനർനിർമ്മാണം അത് വലിയൊരു ചോദ്യമാണ്, എപ്പോൾ എങ്ങനെ എന്നുള്ളത്. അതിലിപ്പോഴും ഒരു മധ്യസ്ഥത വഹിച്ച ട്രംപിൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള ഒരു പദ്ധതിയും, അതായത് പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികളൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഈ ഫലസ്തീൻ്റെ പുനർനിർമ്മാണത്തിനായി ലോകരാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ പിന്തുണ തേടുന്നുണ്ട് അവിടെയുള്ള ആളുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനുകൾ, പദ്ധതികൾ വരുന്നുണ്ടോ? പക്ഷേ ഇത് നേരത്തെയൊക്കെയുള്ള ഈ 20 പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രംപ് തന്നെ മുന്നോട്ട് വെച്ച പദ്ധതി, നീണ്ട ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാർ, ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ആ കരാറിൻ്റെ ഒരു ദുരന്ത ചിത്രമാണ് നമ്മൾ ഈ പിന്നിട്ട 2 മാസത്തിലധികമായിട്ട് നടക്കുന്ന ഈ വെടിനിർത്തൽ കരാറിൻ്റെ വേളയിൽ നടന്ന ഈ ക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലൂടെ ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ റൈദ സഅദിൻ്റെ കൊലപാതകം കൂടി നടന്നിരിക്കുന്നത്. അതായത് ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകാനോ ഗസയിൽ ഏറ്റവും സുസ്ഥിര ഒരു സമാധാനം നിലനിൽക്കാനോ അതിലൂടെ ഈ പശ്ചിമേഷ്യയിലൊരു സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥ ഫലസ്തീൻ സമൂഹത്തിന് നൽകാനോ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും അതിൻ്റെ ആവിഷ്കാരം കൂടിയാണ് ഈ കൂട്ടു പങ്കാളിത്തത്തിലൂടെ പിന്നെ ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഗസയുടെ പുനർനിർമ്മാണം എന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് വരേണ്ടത്. അതിന് 2ാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് യുദ്ധാനന്തര ഗസയിൽ ഒരു പിന്നെ ബദൽ ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കണമെന്നാണ്. ആ സർക്കാർ രൂപവൽക്കരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിലേക്ക് ടോണി ബ്ലെയറേയും മറ്റും കൊണ്ടുവരാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു, അതും പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഫലസ്തീനികളുടേതായിട്ടുള്ള ഒരു സർക്കാർ രൂപവൽക്കരണം വരണം, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം നടക്കണം. അങ്ങനെ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾക്ക് പിന്നാലെ മാത്രമേ ഈ പിന്നെ പുനർനിർമ്മാണം എന്ന മറ്റ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കൂ. പക്ഷേ അതിന് എത്ര കണ്ട് പിന്നെ ഇസ്രായേൽ തയ്യാറാകും, അല്ലെങ്കിൽ ഇസ്രായേലിന് അത്ര കണ്ട് ഇതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്കൻ നേതൃത്വം തയ്യാറാകുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കിയുള്ളത്.